പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 14ാമത്തെ മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാണ്: ത്രിഭുവനസീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീല എന്ന ഉപനിഷദ്യുക്തി രഹസ്യം ഓർത്തിടേണം. ത്രിഭുവനസീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീല എന്ന ഉപനിഷദ്യുക്തി രഹസ്യം ഓർത്തിടേണം. നമുക്ക് ഈ മന്ത്രത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ത്രിഭുവനസീമ കടന്ന്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 ലോകങ്ങൾക്കും അപ്പുറത്ത്. ത്രിഭുവനസീമ എന്ന് പറഞ്ഞാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഇവയാണ് ത്രിഭുവനസീമ. ഇത് കടന്ന്, ഈ 3 ലോകങ്ങളും കടന്ന് അതിനപ്പുറത്ത് തിങ്ങി വിങ്ങും നിറഞ്ഞു പ്രകാശിക്കുന്നതായ ത്രിപുടി മുടിഞ്ഞ്, ത്രിപുടിയുടെ നാശത്തിലൂടെ മാത്രം തെളിഞ്ഞിടുന്ന ദീപം, സാക്ഷാത്കരിക്കാവുന്ന ആത്മദീപം കപടയതിക്ക്, കള്ളസന്യാസിക്ക് കരസ്ഥമാകുകയില്ല, അനുഭവഭേദ്യമാവുകയില്ല എന്ന തരത്തിലുള്ള ഉപനിഷദ്യുക്തി രഹസ്യം, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യമായ ദർശനം ഓർത്തിടേണം, എപ്പോഴും ഓർക്കണം. ഒരിക്കൽ കൂടി പറയാം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 ലോകങ്ങൾക്കും അപ്പുറത്ത് നിറഞ്ഞു പ്രകാശിക്കുന്നതായ ത്രിപുടിയുടെ നാശത്തിലൂടെ മാത്രം സാക്ഷാത്കരിക്കാവുന്ന ആത്മദീപം കള്ളസന്യാസിക്ക് അനുഭവവേദ്യമാകുകയില്ല എന്ന തരത്തിലുള്ള ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന രഹസ്യമായ ദർശനം എപ്പോഴും ഓർക്കണം. നമുക്ക് ഇതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടക്കാം. നമ്മുടെ അനുഭവങ്ങൾക്ക് 3 അതിർത്തികളാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ലോകമാണ്. ഈ അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുക. ഇന്ദ്രിയങ്ങളും പ്രപഞ്ചവും തമ്മിൽ ബന്ധപ്പെട്ടാണ് ഈ അവസ്ഥ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ അവസ്ഥയാണെങ്കിലോ സ്വപ്നമാണ്. സ്വപ്നം കാണുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ പ്രവർത്തന നിരതമല്ല, എന്നാൽ നല്ല ഉറക്കവും അല്ല. സ്വപ്നം കാണുന്ന ആളുടെ ഉള്ളിലെ പൂർവ്വസ്മരണകളാണ് സ്വപ്നങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ അവസ്ഥയെ സുഷുപ്തി എന്നാണ് പറയുക, അതായത് ഉറക്കം. ഉറക്കത്തിൽ ഒന്നും തന്നെ നമ്മൾ അറിയുകയില്ല, എന്നാൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നാൽ നല്ല സുഖമായി ഉറങ്ങി എന്ന തോന്നൽ നമുക്കുണ്ടാവുകയും ചെയ്യും. ഉണർന്നതിന് ശേഷമേ അങ്ങനെയുള്ള അറിവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഉറങ്ങുന്ന സമയത്ത് ഞാൻ സുഖമായി ഉറങ്ങി എന്നാരും ഒരിക്കലും പറയുകയില്ലല്ലോ. ഇത്രയും അനുഭവങ്ങൾ നമുക്കെല്ലാം പരിചിതമാണ്, അല്ലേ? എന്നാൽ ഒരു ജ്ഞാനിയുടെ ബോധം ഈ 3 ലോകങ്ങൾക്കും അപ്പുറത്തുള്ള ഒരനുഭവത്തിലാണ്. ആ ബോധത്തെയാണ് തുര്യബോധമെന്ന് ഉപനിഷത്തുകളിൽ പറയുന്നത്. ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം എന്ന് തൃപ്പാദങ്ങൾ വിളിക്കുന്നത് ഈ തുര്യബോധത്തെയാണ്. സന്യാസ വേഷം കെട്ടി നടന്നാലൊന്നും തുര്യ അനുഭവം ആർക്കും ഉണ്ടാവുകയില്ല. തുര്യ അനുഭവത്തിന് തപോനിരതമായ അന്വേഷണം വേണം. വയറ്റുപിഴപ്പിനായി വേഷം കെട്ടി നടക്കുന്ന സന്യാസിമാരെ അതുകൊണ്ട് കപടയതികൾ എന്നാണ് പറയുന്നത്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്നത്തെ അവതരണം ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.